പകുതി വില തട്ടിപ്പിൽ ബി.ജെ.പി. നേതാവ് എൻ രാധാകൃഷ്ണന്റെ സൈൻ എന്ന സംഘടനയിൽ നിന്ന് അനന്തുകൃഷ്ണൻ കൈപ്പറ്റിയത് 42 കോടി എന്നാണ് കണ്ടെത്തൽ. അനന്തുവിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് വിവരം ലഭിച്ചത്. സ്കൂട്ടർ വാങ്ങുന്നതിനാണ് പണം നൽകിയത്. തട്ടിപ്പിന് ഇരയായവർക്ക് അനന്തുകൃഷ്ണൻ തിരികെ നൽകാൻ ഉള്ളത് 250 കോടി എന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, എൻ രാധാകൃഷ്ണൻ ഇതിൽ പങ്കില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും താൻ പൊതുജീവിതം തന്നെ ഇത് തെളിഞ്ഞാൽ നിർത്തിവെച്ചേക്കാം എന്ന് പറയുമ്പോഴും കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ്. ഇപ്പോൾ എൻ രാധാകൃഷ്ണനുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന, ഈ പണമിടപാടുകളിലെ ബന്ധം വ്യക്തമാക്കുന്ന എന്തൊക്കെ തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്നത്? ഒപ്പം അനന്തുകൃഷ്ണന് എത്ര തുകയാണ് നിക്ഷേപകർക്ക് നൽകാനുള്ളത്? അദ്ദേഹം വഞ്ചിച്ചെടുത്തിരിക്കുന്ന തുകയുടെ കണക്ക് ഇപ്പോൾ കൃത്യമായി കിട്ടുന്നുണ്ടോ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക്? ലക്ഷ്മി, 42 കോടി രൂപയാണ് എൻ രാധാകൃഷ്ണന്റെ സൈൻ എന്ന് പറയുന്ന സംഘടന അനന്തുകൃഷ്ണന് നൽകിയിട്ടുള്ളത്. അത് സ്കൂട്ടർ വാങ്ങുന്നതിന് വേണ്ടിയായിരുന്നു ഈ പണം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പണത്തിൻ്റെ കണക്ക് പോലീസിന് ലഭിച്ചത് അനന്തുകൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോഴാണ്. 245 കോടി രൂപയാണ് അനന്തുകൃഷ്ണൻ നിക്ഷേപകർക്ക് നൽകാനുള്ളത്. ആ 245 കോടി രൂപ താൻ നിക്ഷേപകർക്ക് നൽകാനുണ്ടെന്ന് അനന്തുകൃഷ്ണൻ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ എൻ രാധാകൃഷ്ണൻ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു അനന്തുകൃഷ്ണന് താൻ പണം നൽകിയിട്ടുണ്ടെന്ന്. അത് 42 കോടി രൂപ നൽകിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. സ്കൂട്ടർ നൽകാൻ വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ സ്കൂട്ടർ എത്തിച്ചു നൽകുന്നതിന് വേണ്ടിയായിരുന്നു ഈ പണം നൽകിയിരുന്നത്. എന്തായാലും എൻ രാധാകൃഷ്ണന്റെ സൈൻ എന്ന് പറയുന്ന സംഘടന വഴിയാണ് ഇത്രയധികം പണം കൈമാറ്റം ചെയ്തിട്ടുള്ളത്. ലക്ഷ്മി, സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും.